നല്ലോ എടുക്കണേ. എന്തോ പോലെ ആണെങ്കിൽ വയറെടുക്കണം. വയറല്ല എടുക്കണ്ടേ, തല മുഖം. ഓ സ്ഥലം ഉണ്ടോന്ന് കൂടെ നോക്കട്ടെ. ഇവിടെയല്ലേ, ഇവിടെ വീതി ഉണ്ട് നല്ല. എടുത്ത് അവയെക്കൂടെ വേറാക്കിയോ. ഒരാഴ്ചത്തിന് മുഖത്ത് ഇപ്പോഴൊരു പുഞ്ചിലുണ്ട്. ഈ സാരി അവിടെ ഇവിടെ ഉണ്ടാവില്ല. മാമ നല്ലോണം ചിരിച്ചോളിയേ, പിന്നെ കണ്ടില്ല എന്ന് പറയുന്നത്. അതല്ലേ, അത് കുഴപ്പമില്ല. ആശേഷി ചിരിച്ചോളി, 5 കൊല്ലം കഴിഞ്ഞിട്ട് കാണാനുള്ള. ഓ ഷാജാനൊക്കെ വെളുത്ത് വെള്ളമൊക്കെ ചേക്കി. ഇനി ഒരു കല്യാണം കൂടി കഴിക്കാം നോക്കട്ടെ. ചക്കരെ കുഞ്ഞു ഇറങ്ങിയില്ലേ. ഓ മനുഷ്യനെ കണ്ട എപ്പോഴും തിളങ്ങി കളിക്കും. ചേച്ചി പൊളി സെറ്റ്. കളവനെടുക്കട്ടെ, ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോ കണ്ടില്ലെങ്കിലോ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ അവിടുന്ന് വീട്ടിൽ നിന്ന് കോയിനൊക്കെ അരച്ച് അത് കഴിഞ്ഞേരട്ടെ വന്ന് ഇവിടെ വന്നപ്പോൾ പിന്നെ ഇരുടായി. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നേരം ഒരു 12:35 ആയിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ എത്രയും നേരം പാട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എവിടെ എത്തിയെന്നറിയില്ല, പെട്രോൾ പമ്പിലെത്തി. ഫറൂഖ് എത്തിട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം വീഡിയോ എടുക്കാൻ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് ചക്കര എടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് വീഡിയോ അങ്ങനെ അങ്ങോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെച്ചാല് നമ്മളിനി കുറേ സമയമുണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് വന്നിട്ടല്ലോ കോഴിക്കോടില്ലേ, നാട്ടുകാര് കോഴിക്കോട് അന്നപ്പോഴേ. അപ്പൊ എന്താ വെച്ചാല് ഇന്ന് നാളെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ കോഴികളുടെ വീഡിയോ. ഇത് ഞാൻ വെറുതെ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് എടുത്താ കേട്ടോ. അപ്പൊ എന്തായാലും ഇതിന് ഇനി ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കാട്ടോ, സമയം കിട്ടുന്നതനുസരിച്ച്. ആരും കാണും, നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ആയി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഹലോ ഒന്നും കൊണ്ട് നോക്കൂ. എല്ലാരും പകുതി ഉറക്കത്തിലായിട്ടോ. അതെ സോറി. പിന്നെ നമ്മളെ മഹേഷന്റെ ഫാമിലിയാണ് മെയിൻ. ഇത് നമ്മുടെ ആദ്യം അങ്ങനെ കാണിച്ചാൽ മനസ്സിലല്ല. ഇതാണ് നമ്മുടെ മഹേഷേട്ടൻ. മുത്തുമോൾ ഇതാ കിടന്നുറങ്ങി. പിന്നെ പറയാം ഒരു മിനിറ്റ്. ഇതാണ് നമ്മളുടെ മഹേഷേട്ടന്റെ അച്ഛന്. അപ്പൊ സ്റ്റെപ്പായിട്ട് തുടങ്ങാലോന്ന് വിചാരിച്ചിട്ടോ. അത് അച്ഛൻ, ഇത് അമ്മ, ഇത് മഹേഷേട്ടന്റെ പെങ്ങൾ അനിയത്തി. പിന്നെ ഇതാണ് മഹേഷേട്ടന്റെ ഏട്ടൻ. ഇത് മഹേഷേട്ടന്റെ അമ്മേന്റെ അനിയത്തിന്റെ മോന്റെ മോന്. പിന്നെ ഇത് നമ്മുടെ മഹേഷേട്ടന്റെ മാമന്റെ പെങ്ങള്, അമ്മായി ആയിട്ട് വരും. ഇത് നമ്മുടെ ചിക്കൂട്ടി. ഇത് ഈ ചിക്കൂട്ടിന്റെ ഫ്രണ്ടാ. വല്യമ്മ, മഹേഷേട്ടന്റെ വല്യമ്മ. അതേപോലെ മഹേഷേട്ടന്റെ മാമനാട്ടത്, മാമൻ അമ്മായിയാണ്. പിന്നെ ഇത് നമ്മുടെ മഹേഷേട്ടന്റെ ഏട്ടന്റെ ഏടത്തിയമ്മ, സോറി മഹേഷേട്ടന്റെ ഏടത്തിയമ്മ. പിന്നെ ഇതാണ് നമ്മളെ ഒരേ ഒരു അളിയൻ ഷാച്ചു. ഇത് നമ്മുടെ ചേച്ചീന്റെ ഭർത്താവ് കേട്ടോ. അതെ, നമ്മുടെ ചക്രമോളൊക്കെ പിന്നെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ സുന്ദരികളാണ്. പിന്നെ 2 സുന്ദരിമണികളുണ്ട്. ഇത് പെങ്ങളെ മോള്, ഇത് ഏട്ടന്റെ മോള്. പിന്നെ ആരാ ഞാൻ കാത്തക്കല്ലേ വീണ്ടും ഇതല്ലേ. ഇത് നമ്മുടെ മഹേഷേട്ടന്റെ ഏട്ടന്റെ മോന്. ഇത് നമ്മളെ പെങ്ങളെ മോന്.
ഇതാണ് നമ്മളെ ലാസ്റ്റ് സന്തതി. ഇതാരാന്നറിയോ? ഇത് അളിയൻ്റെ അച്ഛനാട്ടോ. അപ്പം ഇത്ര കേട്ടോ നമ്മളെ എന്താ പറയുക മെയിൻ ഫാമിലി, മാഷാൻ്റെ മെയിൻ ഫാമിലി. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 12:30 മണിക്ക് ശേഷമായിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറക്കത്തിലുള്ളതൊക്കെയാണ്. പിന്നെ ഒരുവിധം എല്ലാവരും പിന്നെ ഭക്തിഗാനായിരുന്നു കേട്ടോ ഫുള്ള്. നമ്മൾ അവിടെ എത്തുന്ന വരെ ഭക്തിഗാനം തന്നെയായിരുന്നു. അപ്പം അതിലുള്ള കുറച്ച് ചെറിയ വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ വീഡിയോ പറയാന്ന് വെച്ചാൽ ഒന്നും കേൾക്കുന്നില്ല കേട്ടോ പാട്ട് വെച്ചിട്ട്. അപ്പം അതുകൊണ്ടാട്ടോ നമ്മൾ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാട്ടോ പാട്ട് ഒഴിവാക്കിയത്. പാട്ടും കൂടി ആഡ് ചെയ്തില്ലെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ പാട്ട് ഒഴിവാക്കിയ വെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് മാത്രം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോ നമുക്ക് അവിടെ എത്തിയിരിക്കണം. അങ്ങനെ നമ്മൾ കുളിക്കാനും പിന്നെ അതേപോലെ ഡ്രസ്സ് മാറ്റാനും അതുപോലെ ടോയ്ലറ്റിൽ പോകാനുള്ളവർക്കൊക്കെ ഉള്ള സൗകര്യമാണ്. അറിയാമല്ലോ, ഞാനിവിടെ ആദ്യമായിട്ടാട്ടോ വരുന്നത്. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ കുളിക്കാൻ പോയവരുണ്ട്. അപ്പോൾ നമ്മളൊക്കെ എല്ലാവരെയും കാത്തിക്കട്ടോ. ഇപ്പം സമയം എത്ര 6 മണി. ഗൈസ് അമ്മതാണ്ടോ ലൈറ്റ് അടിയുന്നുണ്ട്. അങ്ങനെ നമ്മളിവിടുന്ന് ഒരു 12:30 ശേഷം കൊണ്ട് രാത്രി നമ്മൾ വീട്ടിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ വന്നത്. പിന്നെ ഒന്നാമത് എനിക്ക് സാരി ഉടുക്കാൻ കുറച്ച് ടാസ്ക് ആട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ഉറക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല വണ്ടിയിൽ നിന്ന്. സീറ്റിന്റെ അത് വെച്ചാൽ മക്കളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കുട്ടികൾ തന്നെ ഉണ്ടായിരുന്നു ഒരുപാട് പേര്. അങ്ങനെ എന്തായാലും നമ്മൾ അവിടെ നിന്ന് കുളിക്കേണ്ടവരൊക്കെ കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ ഇതാക്കുന്ന ചേഞ്ച് ചെയ്ത് നമ്മളിന്ന് ആ അമ്പലത്തിലേക്ക് പോട്ടെ. ഞാനിത് ആദ്യമായിട്ടാട്ടോ നമ്മൾ ഈ ഒരു അമ്പലത്തിൽ വരുന്നത് തന്നെ. കേട്ടിട്ടുണ്ടല്ലോ, ഇതുവരെ നമ്മൾ ആദ്യമായിട്ടാട്ടോ വരുന്നത്. പിന്നെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടോ അതിൽ. പക്ഷേ വീഡിയോയിലൊക്കെ എപ്പോഴും തിരക്കും കാര്യങ്ങളൊക്കെ ഭരണി സമയത്ത് ഭയങ്കര തിരക്കെന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും ഇനി മുമ്പോട്ടേക്ക് പോകാനുള്ള ചാൻസ് ഒക്കെ കിട്ടാനുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ വകയായിട്ടാട്ടോ വന്നത്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ ഒരു പേടിയായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റുമോ ചീത്തയൊക്കെ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ എന്തായാലും അതിനുള്ളിൽ നമ്മൾ അവിടെ അമ്പലത്തിനുള്ളിലൊക്കെ കയറി കണ്ടു കേട്ടോ. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല, കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ കുറേ നേരമൊന്നും ഞങ്ങൾ അവിടെ നിന്നില്ല, വേഗം തന്നെ വരികയും ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പോൾ രാവിലെ എനിക്ക് തോന്നുന്നിപ്പോൾ ഒരു സമയം 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ ചായ ഒന്നും കുടിച്ചില്ല, ഇനിയിപ്പോൾ ചായ കുടിക്കാനൊക്കെ പോകണം. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ അതുകൊണ്ടാട്ടോ അവിടെ നിന്ന് ഞാൻ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ടാട്ടോ വീഡിയോ എടുത്തിട്ട് എന്താ പറയുക നമ്മൾ വോയിസ് സെപ്പറേറ്റ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അമ്പലത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയില്ലേ. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നൊന്നുമില്ല. പിന്നെ ചായ കുടിക്കാത്തതുകൊണ്ട് രാവിലെ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും എന്തായാലും. അങ്ങനെ ചായ കുടിക്കാൻ കയറി കേട്ടോ. ഇനിയിപ്പോൾ നേരെ നമ്മുടെ വീട്ടിലേക്കാട്ടോ. അങ്ങനെ കുട്ടികൾക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങിയുള്ളൂ. പിന്നെ നേരെ നമുക്ക് നല്ല ചൂടാട്ടോ നമ്മുടെ ട്രാവലിൻ്റെ ഉള്ളിലാണെങ്കിലും. പിന്നെ ഇതേപോലെ തന്നെ കോപ്പിറൈറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാട്ട് എന്താ പറയുക കട്ടാക്കിയത്. പിന്നെ അതന്നെ നമ്മൾ ഇനി പിന്നെ പെട്ടെന്നുള്ള യാത്രയാണ്. ഇനി എന്തായാലും മേത്തല അമ്പലത്തിൽ പോകണം. ആ അമ്പലത്തിലേക്ക് കയറി എത്താൻ തന്നെ കുറച്ച് പണിയാട്ടോ, ആ കുന്ന് കയറി പോകണ്ടേ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ അപ്പൊ നമ്മുടെ അടുത്തൊക്കെ കുട്ടിപ്പട്ടാളങ്ങളാട്ടോ. അതിന്റെ ഇടയിൽ ഞാൻ ഇന്നലെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.